നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ലാവൻഡറുമായിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? നമ്മളെ വീട്ടിൽ നമ്മൾ എന്നും കളയുന്ന സാധനമാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും വീട്ടിൽ ചായ ഉണ്ടാക്കാറുണ്ടാവില്ലേ? അതിൻ്റെ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ ചായപ്പൊടി ഇല്ലേ, ഞങ്ങൾ ചായ ചണ്ടി എന്നാണ് പറയുക, ചായ മട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക എനിക്കറിയില്ല. എല്ലാവരും ആ ചായ ഉണ്ടാക്കിയ വേസ്റ്റ് അത് നമ്മൾ സാധാരണ ഒന്നുകിൽ കളയും, അല്ലെങ്കിൽ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കും. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ആ ചായ ഉണ്ടാക്കിയിട്ടുള്ള ചായയുടെ വേസ്റ്റ് കൊണ്ടുള്ള പൂവാണ് നമ്മളിപ്പോൾ കണ്ടത്. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ചായ ചണ്ടി എടുത്തിട്ട് ഇങ്ങനെ 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പം അതിലെ പാലിൻ്റെ ഇതും ഒക്കെ അങ്ങോട്ട് പോകും, നല്ല ക്ലീനായിട്ട് കിട്ടും. 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ഒഴിച്ച് കളഞ്ഞാൽ മതി. അപ്പം നല്ല എല്ലാം പോകും, അതിലുള്ള ചായയുടെ ആ പാലിൻ്റെ ഇതൊക്കെ പോകും. എന്നിട്ട് നമ്മളൊരു പേപ്പർ വിരിച്ചിട്ട് ഒരു ദിവസം വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായി ഉണങ്ങിക്കിട്ടും. ഇങ്ങനെ കുറച്ച് ദിവസം ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് എടുത്ത് വെച്ചതാണ് ഞാനിത്. ഞാൻ ഓരോ ദിവസം ഉണങ്ങുമ്പോൾ അത് കുപ്പിയിലാക്കിയിട്ട് വെക്കും. പിന്നെ ഞാൻ ഒരു പേപ്പർ കൊണ്ട് നമ്മൾ എന്താ പറയുക, സ്റ്റെം ഉണ്ടാക്കില്ലേ, അതേപോലെ പേപ്പർ ചുരുട്ടിയിട്ടുണ്ടാക്കി. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ തന്നെ 3-4 വീഡിയോസിൽ ഞാനിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള പേപ്പർ ചുരുട്ടി സ്റ്റെം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്റ്റെം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നന്നായിട്ട് ഗ്ലൂ തേക്കണം. നന്നായിട്ട് തന്നെ വേണം, കുറച്ചൊന്നും പോരാ, നല്ല രീതിയിൽ തന്നെ ഗ്ലൂ തേക്കുക. അതിന് ശേഷം ഈ ചായപ്പൊടി നമ്മളതിൽ ഇട്ട് കൊടുക്കുക. അത് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഇട്ട് നമ്മൾ നന്നായിട്ട് അതിങ്ങനെ വാരി അതിലിങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു സ്റ്റിക്കല്ലേ, അപ്പോൾ അതിലിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ആ ഗ്യാപ്പിലൊക്കെ, അതുകൊണ്ടാണ് നിറയെ ഗ്ലൂ തേക്കണമെന്ന് പറഞ്ഞത്. നിറയെ ഗ്ലൂ തേച്ചിട്ട് ഇത് നമ്മളിങ്ങനെ വാരിയിട്ട് കൊടുക്കുമ്പോൾ അത് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് രാത്രിയിൽ ചെയ്തിട്ട് വെക്കും. അപ്പോൾ രാവിലത്തേക്ക് അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മളിത് 2 പ്രാവശ്യം ചെയ്യണം. 2 കോട്ടയിട്ട്, അതായത് ഇതിന് ഗ്യാപ്പ് കാണുന്നില്ലേ, അതൊക്കെ ഫില്ലായി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് രാത്രിയിൽ നമ്മളിത് ചെയ്ത് വെച്ചാൽ നന്നായി ഉണങ്ങും. അല്ലെ ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും നമ്മൾ നല്ല പോലെ ഗ്ലൂ തേച്ച് കൊടുക്കണം. നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കണം. നമ്മൾ രാത്രി തേച്ച് രാവിലത്തേക്ക് വെക്കുമ്പോഴേക്കും അത് നന്നായി പിടിച്ചിട്ടുണ്ടാവും അതിൽ. അങ്ങനെ ഒരു ദിവസം വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഗ്ലൂ തേക്കുമ്പം ആദ്യം ഒട്ടിയിട്ടുള്ളതൊക്കെ കറക്റ്റ് ഒട്ടിയിട്ടുണ്ടാവില്ല, അത് നമ്മുടെ കൂടെ അങ്ങോട്ട് പോരും. അപ്പം ഞാനൊരു ചെറിയ ബ്രഷ് കൊണ്ടാണ് ചെയ്ത്, കൈ കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ, ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഗ്യാപ്പുകളിലേക്കും നന്നായിട്ട് ഗ്ലൂ ഇറങ്ങും. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് ഗ്ലൂ പിന്നെയും തേച്ചതിന് ശേഷം പിന്നെയും നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുക. എളുപ്പമാണ് ചെയ്യാൻ, കുറച്ചൊരു ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് നമുക്കത് നല്ല ഭംഗിയിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇത് നല്ല പോലെ ആ ചായപ്പൊടി നിറയെ ഇട്ട് കൊടുക്കുക. ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നിറയെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ ഉജാല കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഉജാല ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കുറച്ചിങ്ങനെ ബ്രഷ് വെച്ചിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്പ്രേ പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുമ്പോൾ ഞാൻ രാത്രിയിലാണിത് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ഇരുടായിട്ട് കാണുന്നുണ്ട്. ഉജാല ആക്കിയപ്പോൾ, ഉജാല ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടാവില്ല, അത് ആക്കി കൊടുത്താലും മതി. അപ്പോൾ രണ്ടാമത് നമ്മൾ ഗമ്മിട്ടിട്ട് അത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. നന്നായി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതിന് പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം അത് ഇളകി വരും. അപ്പോൾ കുറേ സ്ഥലത്ത് ഗ്യാപ്പ് വന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കുക. ഇതിൽ ചെയ്യാനുള്ള കാര്യം ഇത് 2 പ്രാവശ്യം ഗം തേച്ച് ഇത് ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ ഉജാല വെച്ചിട്ട് ചെയ്തതാണിത്. അപ്പോൾ അതിന് ശേഷം ഞാൻ
ഫാബ്രിക് പെയിൻറ് കൊണ്ടും ചെയ്തു, പിന്നെ സ്പ്രേ പെയിൻറ് കൊണ്ടും ചെയ്തു. അതിനുശേഷം ആ തണ്ടിൻ്റെ താഴെ ഭാഗമല്ലേ, താഴെ ഭാഗത്ത് നമ്മൾ പേപ്പറിൻ്റെ ഇതല്ലേ, അപ്പോൾ അവിടെ ഒരു പച്ച കളറ് കൊടുത്തു. അതും ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ചിലവും ഇല്ല. നമ്മുടെ വീട്ടിൽ നമ്മളെന്നും കളയുന്ന സാധനമാണ് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഉണക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ഇല കൂടി ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പച്ച കളറ് സാധാ പേപ്പർ തന്നെയാണ് എടുത്ത്, കളർ പേപ്പർ എടുത്തു. അതിനിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു 2 ഇല 2 ഭാഗത്തും വയ്ക്കുന്നത്. അത് തീരെ തിന്നായിട്ട് വേണമെങ്കിലും നമുക്കെടുക്കാം, കുറച്ചൊരു കട്ടിയായിട്ടും. കുറച്ച് തീരെ തിന്നായിട്ട് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചൊരു വലുപ്പത്തിലാണ്. കുറച്ചുകൂടെ തിന്നായിട്ട് കുറച്ചുകൂടെ നീളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ മടിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഇലയാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അത് നമ്മൾ ഗമ്മ് തേച്ചിട്ട് അതിലൊട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ലാവൻഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പ്രത്യേകിച്ച് ഒരു ചിലവുമില്ലാതെ. പറയാൻ മറന്നുപോയി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എളുപ്പമല്ലേ ചെയ്യാൻ, കുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അത് കണ്ടാൽ മനസ്സിലാവുകയില്ല അത് ചായപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നേരം ഇരിക്കാനുള്ള ഒരു ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. അത് ഒട്ടിപ്പിടിക്കാനും ഒന്ന് പെയിൻറ്റ് ചെയ്യാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.